ഇടുക്കി പെരുവന്താനത്ത് കൗൺസിലിംഗിന് എത്തിയ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പുരോഹിതൻ അറസ്റ്റിൽ. പാലൂർക്കാവ് CSI പള്ളിയിലെ വികാരി കോട്ടയം വെള്ളൂർ സ്വദേശി സന്തോഷാണ് പിടിയിലായത്. ഫെബ്രുവരി 9-നാണ് കേസിനാസ്പദമായ സംഭവം. പീഡന വിവരം പെൺകുട്ടി വീട്ടുകാരെ അറിയിക്കുകയും പെരുവന്താനം പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. കേസെടുത്തതോടെ ഒളിവിൽ പോയ സന്തോഷിനെ വേളാങ്കണ്ണിയിലെത്തി പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പാലക്കാട് നിന്ന് ഒരു വാർത്ത വരുന്നു. പാലക്കാട്ടെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി N. അബ്ദുൾ റസാഖ് മത്സരിക്കും. പാർട്ടി നിർദ്ദേശത്തിന് അനുസരിച്ച് പ്രചാരണം തുടങ്ങുമെന്ന് NMR റസാഖ് പറഞ്ഞു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു റസാഖിൻ്റെ പ്രതികരണം. ചർച്ചയ്ക്ക് വിളിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട പാർട്ടിയിൽ നിന്ന് വിളിച്ചപ്പോൾ വന്നതാണ്. 2-3 പേരെ അവർ പരിഗണിക്കുന്നുണ്ട്. അതിലൊരു സ്ഥാനം നമുക്കും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി വലിയ പാർട്ടിയുടെ കമ്മിറ്റികളിൽ വെച്ച് തീരുമാനിച്ചിട്ട് അറിയിക്കുന്നതായിരിക്കും പറഞ്ഞത്. മേൽ കമ്മിറ്റികളിലേക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അതൊക്കെ കൊടുത്തിട്ട് ഞാൻ സമ്മതം നില 1-2 കാര്യങ്ങൾ നമ്മൾ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പാർട്ടി അന്തിമ തീരുമാനം മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സ്വതന്ത്രനാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി സീറ്റ് കൊടുക്കുകയാണോ? ഇത്ര ഉദാരമതികളായോ CPMകാർ? ഈ റസാഖിൻ്റെ പശ്ചാത്തലം എന്താണ്? ആരാണ് അയാൾ? അനിൽ നമ്പ്യാർ, പാലക്കാട് നഗരത്തിലെ പ്രമുഖ വ്യവസായിയാണ് ഈ റസാഖ് എന്ന വ്യക്തി. N. അബ്ദുൾ റസാഖ് എന്ന മുഴുവൻ പേര്. NMR എന്നുള്ള ഹോട്ടലുകൾ അതിൻ്റെയൊക്കെ ഉടമസ്ഥനാണ് ഇദ്ദേഹം. ഏതായാലും അദ്ദേഹത്തിനാണ് ഇപ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ. LDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ 3-ാം സ്ഥാനത്തുള്ള മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതു വിധേനയും ഒരു മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് LDF ലക്ഷ്യം വെക്കുന്നത്. ഈ N. അബ്ദുൾ റസാഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാലക്കാട് നഗരത്തിലെ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ അത് സമാഹരിച്ച് ഇത്തവണ മുന്നേറ്റം നടത്തുക എന്നുള്ളൊരു തന്ത്രമാണ് LDF പ്രയോഗിക്കുന്നത്. കയ്യെത്തും ദൂരത്തുള്ള MLA ആയിരിക്കും താനെന്നാണ് ഈ NMR റസാഖ് ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പാലക്കാട് ഇടതിന് വളക്കൂറുള്ള മണ്ണാണ്. പാർട്ടി നിർദ്ദേശത്തിനനുസരിച്ച് പ്രചാരണം തുടങ്ങും എന്നും അദ്ദേഹം ഇന്നിപ്പോൾ പ്രതികരിക്കുകയുണ്ടായിട്ടുണ്ട്. ഏതായാലും പാലക്കാട്ടെ മത്സരത്തിൽ ഈ NMR റസാഖ് കൂടെ എത്തുന്നതോടുകൂടെ തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു മത്സരം പാലക്കാട് നടക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പിഷാരടി എത്തും എന്നുള്ള ഒരു വിവരങ്ങൾ ഉണ്ട്. ഒപ്പം തന്നെ BJPക്കും ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥി ഉണ്ടാവും എന്നുള്ളതാണ്. നിലവിലേതായാലും കഴിഞ്ഞ കുറെ കാലമായി പാലക്കാടിനെ ഒരു MLA സ്ത്രീ പീഡന കേസിലും മറ്റുമൊക്കെ പെട്ട് അനാഥമായി കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പാലക്കാട്ടെ വികസനത്തെ ഇല്ലാതാക്കി ഇത്തരത്തിലൊരു MLA പാലക്കാട് എത്തിച്ച് പാലക്കാട് ജനതയെ വഞ്ചിച്ചു എന്നൊക്കെയുള്ള വിമർശനം ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കൂടി വരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസം വിവിധയിടങ്ങളിൽ പ്രഖ്യാപിച്ചപ്പോഴും പാലക്കാട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ ഏതായാലും NMR എന്ന പാലക്കാട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഹോട്ടൽ സംഘടനയുടെ അതിന്റെ ഉടമസ്ഥനായ റസാഖിലേക്ക് ഇടതുപക്ഷം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷ മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ ഒരു സ്വാധീനമുള്ള അവർക്കിടയിൽ വലിയ രീതിയിൽ സ്വീകാര്യനായ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വീകാര്യനായ വ്യക്തി കൂടെയാണ് ഈ NMRന്റെ. അരുൺ, അതായത് ഇത് പേയ്മെന്റ് സീറ്റാണ് എന്ന് ഉറപ്പിക്കാം അല്ലേ? തീർച്ചയായും അത്തരത്തിലും പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നിലയിൽ അവിടെ സ്ഥാനാർത്ഥിയെ, അതായത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാത്ത ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ സരിനെ പോലുള്ള ആളുകളൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പാലക്കാട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നഗരസഭയിൽ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ CPM വിജയിക്കാറുള്ളത് സ്വതന്ത്രന്മാരെ നിർത്തിക്കൊണ്ടാണ്. അവർക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്തിയാൽ വോട്ട് ലഭിക്കില്ല എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഇടത് സ്വതന്ത്രരായി നിർത്തി പരീക്ഷിക്കുക എന്നുള്ളതാണ് അവർ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. നഗരസഭയിൽ ഏതായാലും അത്തരത്തിലുള്ള സ്വതന്ത്രരെ നിർത്തിയിട്ടുള്ള പ്രയോഗം അത് അവർക്ക് പലപ്പോഴും കൃത്യമായിട്ട് വിനിയോഗിക്കാനോ അല്ലെങ്കിൽ അതിൽ ഒരു ഗുണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം
പാലക്കാട് നഗരസഭയിൽ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അവർക്ക് 9 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. 10 സീറ്റ് പോലും തികയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നത്തിൽ നിർത്തിയല്ല, ഒരു ഇടത് സ്വതന്ത്രൻ എന്ന രീതിയിൽ ഈ NMR-ന്റെ റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ കരസ്ഥമാക്കുക എന്നുള്ളതാണ് LDF ലക്ഷ്യം വെക്കുന്നത്. റസാഖിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അദ്ദേഹം വലിയ സ്വീകാര്യനാണ് എന്നുള്ളൊരു സാഹചര്യം കൂടിയുണ്ട്.